ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ പേരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഒരു 5:45 ആയപ്പോഴത്തേക്ക് ഇന്ന് അങ്ങ് എഴുന്നേറ്റു. കാരണം മോൻ അതിന് മുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേ അവൻ ഉണർന്ന് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കിടന്നാലും ഉറക്കം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാനും പതുക്കെ അങ്ങ് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ വന്ന് കുറച്ചു നേരം കണ്ണാടിയൊക്കെ നോക്കി നിന്ന് പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആവാന്ന് കരുതി. പിന്നെ ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. 1 തീയതിയായിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം എന്തായാലും ഇന്നങ്ങ് മാറ്റാന്ന് കരുതി. രാത്രി കുളിച്ചിട്ട് കിടന്നതുകൊണ്ട് തന്നെ മുടിയൊന്നും ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അഴിച്ചിട്ടിട്ടാണ് കിടന്നത്. അങ്ങനെ മുടി ഇപ്പോൾ ഈ കോലത്തിലിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും കുളിക്കണമല്ലോ. അപ്പോൾ അതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് കെട്ടൊക്കെ കളഞ്ഞെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തു. വാഷ് ചെയ്തിട്ട് ഇന്ന് എന്തായാലും ഒരു ഫേസ് പാക്ക് അല്ല ഇത്, ഞാൻ ഫേസ് വാഷ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ പകരമായിട്ട് ഞാനൊരു പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഫേസ് പാക്ക് പോലെ ഇട്ടിട്ടാണ് കഴുകി കളറ്. എല്ലാ ദിവസവും അല്ല, എന്നാലും ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ പാക്ക് പോലെ ഇടും. അല്ലാത്തപ്പോൾ നമ്മുടെ ഫേസ് വാഷ് പോലെ കഴുകി കളയും. ഇപ്പോൾ പൊടി തീർന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഇന്നാണ് ഞാൻ ഫേസിലിടുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഫേസ് പാക്ക് പോലെ ഇട്ടിട്ട് ചതിക്കാത്ത ചെന്തൂരിൽ പറയുന്ന പോലെ പ്രേതാടോ എന്ന് പറയുന്ന പോലെയാണ് നിൽക്കുന്നത്. ഞാൻ പ്രേതം പോലെ നിൽപ്പുണ്ട്. ഫേസ് പാക്കൊക്കെ ഇട്ട് നേരെ കിച്ചണിലോട്ട് വെച്ച് പിടിച്ചു. പക്ഷേ ഇപ്പോൾ നേരത്തെ തന്നെ വെളിച്ചം വീഴും അല്ലേ. ജനലൊക്കെ തുറന്നിട്ടു. നല്ല ഫ്രഷ് എയറൊക്കെ അകത്തോട്ട് കയറട്ടെ. ചെറിയ മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ ഞാൻ പോയി ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ അപ്പത്തിൻ്റെ മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കുറച്ചുകൂടെ. അപ്പോൾ അത് ഇന്നത്തേക്ക് എല്ലാവർക്കും തികയും. അങ്ങനെ ഞാൻ അപ്പത്തിൻ്റെ മാവും പിന്നെ ചായ ഇടാനുള്ള പാലും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. മാവ് തണുപ്പ് മാറാൻ വേണ്ടിയാണ് ഇപ്പോഴേ എടുത്ത് വെച്ചത്. എന്നിട്ട് ഞാൻ പിന്നെ ആദ്യം തന്നെ ചായ ഇട്ടു. ഇന്ന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഉറക്കം ശരിക്കും കിട്ടാത്തതിൻ്റെ ഒരു ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അങ്ങ് ചൂടോടെ കുടിക്കുമ്പോൾ നമുക്കൊരു ക്ഷീണത്തിനൊക്കെ മാറ്റം വരുമല്ലോ. അപ്പോൾ ചായപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ച് ഞാനങ്ങ് ഇടാന്ന് കരുതി. ചായ എന്ന് പറയാൻ പറ്റില്ല, പാലിൽ ചെറിയൊരു കളർ അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും പഞ്ചസാര എടുക്കുന്ന കണ്ടിട്ട് മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവനും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അല്പം ഒരു നുള്ള് പഞ്ചസാര എടുത്തും കയ്യിൽ കൊടുത്തു കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ ഒന്ന് ഇങ്ങനെ പിണങ്ങി പിണങ്ങി നിൽക്കും. അപ്പോൾ ഇതാകുമ്പോൾ ആള് ഹാപ്പി, ഞാനും ഹാപ്പി. എല്ലാം ഒന്ന് പതുക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നെ അപ്പോഴേക്കും പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ അടിച്ചെടുത്ത് മോനുള്ളത് ഞാൻ അപ്പം തന്നെ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി തണുക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചു. കുറച്ച് ചായ അവിടെ വീണിട്ടുണ്ടായിരുന്നു. അത് അപ്പം തന്നെ തുടച്ചെടുത്തു, ഇല്ലെങ്കിൽ ഉറുമ്പ് വന്ന് കയറും. നമുക്കുള്ള ചായയൊക്കെ എടുത്ത് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, കിടക്കുമായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഞാൻ പോയി മുഖമൊക്കെ കഴുകി 15 മിനിറ്റോളം കിടന്നു കേട്ടോ ഫേസിലെ പാക്ക്. പക്ഷേ നല്ലതാണ്, നന്നായിട്ട് ടാനൊക്കെ പോയി കിട്ടും. ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് കൂടെ ഉള്ളതുകൊണ്ട് സ്ക്രബായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി പിന്നെ ഞാൻ പോയി വാതിലൊക്കെ തുറന്നു. അപ്പോൾ പുറത്ത് നല്ല മഞ്ഞ് മൂടി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതുകഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ നിന്ന് അങ്ങനെ ജോലിക്കിടയിൽ കൂടെ ചടപടേന്ന് ചായ കുടിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് സമയം ഒന്ന് ഇരുന്ന് ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ സമാധാനത്തിലാണ് ചായ കുടിച്ചത്. എന്തായാലും ഇന്നത്തെ ചായ കുടി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ വീണ്ടും അടുക്കളയിലോട്ട് കയറി. മാവിൻ്റെ തണുപ്പൊക്കെ നല്ലോണം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് അപ്പം ചുടാൻ വേണ്ടി തുടങ്ങി. 6:45 ആയിട്ടേ ഉള്ളൂ സമയം. ഇപ്പം വേണമെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ പൊതുവേ നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ താമസിച്ചിട്ടാവും കയറി വരിക. അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോയാലും ചിലപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പ്ലാൻ മാറും. അവിടെ പോവാം ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോഴേക്ക് മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവനെ എടുക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര പിണക്കമായപ്പോൾ ഞാൻ വീണ്ടും കൊണ്ടുപോയി ഹസ്ബൻഡിൻ്റെ അടുത്ത് ആക്കി കൊടുത്തിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കറിക്കുള്ള ഉരുളക്കിഴങ്ങും സവോളയൊക്കെ അരിഞ്ഞെടുത്തു. ഇന്ന് ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചേ. ാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയ്ക്കാമല്ലോ. അങ്ങനെ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും കൂടെ ഇട്ട് പൊടിയെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ കറി ഇതാന്ന് പറയുമ്പോൾ റെഡിയാവും. ഞാൻ കുറച്ച് പാത്രങ്ങൾ സിങ്കിൽ കിടപ്പുണ്ടായിരുന്നു, അതും കൂടെ കഴുകി ഒതുക്കി വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പോയി റെഡിയായി. അപ്പോൾ ഇതൊരു റെഡ് ലിപ്സ്റ്റിക്കാണ്, അതെടുത്തൊന്ന് സിന്ദൂരമൊക്കെ തൊട്ടു. മുടിയൊക്കെ ഇപ്പോൾ നല്ലോണം കൊഴിയുന്നുണ്ട്. ഒരുപാട് മുടി ഇപ്പോൾ തന്നെ കൊഴിഞ്ഞു പോയി. പിന്നെ മുടി കൊഴിയുന്നെന്നും പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ചാൽ കൂടുതൽ കൊഴിയും. അതുകൊണ്ട് ഞാൻ മൈൻഡ് ആക്കാറില്ല. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി. പിന്നെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലമാണ് ഇത്. സൈഡിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങി. ഒരു ദിവസമായിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറ്റി ഞങ്ങളിവിടെ ഓടി നടപ്പുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ
പെട്ടെന്നൊന്ന് പുറത്തോട്ട് പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ പിന്നെ എപ്പോഴാ വരിക എന്നറിയാത്തത് കൊണ്ട് എന്തായാലും ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെതാണ് ഞാൻ രാവിലെ ഒന്ന് പതുക്കെ സമാധാനത്തിൽ നിന്നത്. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ആ കുക്കർ നമുക്ക് ആവശ്യമുണ്ട്. പള്ളിയിൽ ബിരിയാണി ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. തലേ ദിവസത്തെ റൈസ് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കാണ്ട് തന്നെ നല്ല ചോറായിട്ട് കിട്ടും കേട്ടോ. കുക്കറിലിട്ടാൽ അത് കുക്കറിലേക്ക് ചോറിനെ എല്ലാം മാറ്റിയതിന് ശേഷം ഒരല്പം വെള്ളം, അതായത് ആവി വരാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക. അതിന്റെ വെയിറ്റ് അങ്ങ് മാറ്റുക. വെയിറ്റ് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് ഇത് അടച്ച് ചെറിയ തീയിൽ കുക്കറിൽ വെക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ആവി വരുമല്ലോ, ആവി വരുന്നതും സംഭവം ഓഫാക്കി ഇടുക. പിന്നെ നമ്മൾ പുതിയ ചോറുകൾ കിട്ടും കേട്ടോ. നമുക്കത് ദിവസത്തെ മീനും തോരനും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്ത് ഞാനങ്ങ് ചൂടാക്കാൻ വെച്ചു. മീനിന്റെ മണ്ണോടിച്ചപ്പോൾ ആൾ വന്ന് വാങ്ങിച്ചിട്ട് പോയതാണ് കേട്ടോ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഉള്ള ഫുഡും കൂടെ അപ്പം തന്നെ ഞാൻ എടുത്ത് കൊടുത്തു. അത് അവൻ തന്നെ ഇരുന്ന് കഴിച്ചോളൂ. ഇപ്പോൾ അപ്പോഴേക്കും കുക്കറിൽ ആവി വന്നിട്ടുണ്ടായിരുന്നു. ആവി വരുന്നതും അതിനെ അങ്ങ് ഓഫാക്കുക. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ അതങ്ങ് ഓപ്പൺ ചെയ്യാം. നല്ല പുതിയ ചോറ് പോലെ കിട്ടും കേട്ടോ. ഇതെനിക്ക് അമ്മ പറഞ്ഞു തന്ന ടിപ്പാണ്. അമ്മയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു തന്നതാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചോറ് തലേ ദിവസം അത് ചെയ്തെടുക്കാറ്, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വാർത്തെടുക്കാറാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ലഞ്ച് ബോക്സിലോട്ട് എല്ലാം ചോറും തോരനും മീനും പിന്നെ കുറച്ച് രാവിലത്തെ കറിയും എല്ലാം കൂടെയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. മോനും ആ സമയമായപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഡൈപ്പർ കിടപ്പുള്ളത് ഇന്ന് എന്തായാലും ഡിസ്പോസ് ചെയ്യണം. അച്ഛന്നല്ല, കുറച്ച് കൂടുതൽ ഡൈപ്പർ ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആഴ്ച തോറും ഡിസ്പോസ് ചെയ്യാറായിരുന്നു പതിവ്. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, അതിങ്ങനെ നീണ്ടു പോയി. എനിക്കും എന്തോ മടിയൊക്കെ ആയിരുന്നു. പിന്നെ പനി വന്നു. അപ്പോൾ അതിന്റെ കുറെ ദിവസം പോയി. എന്തായാലും അത്തം തുടങ്ങുന്നതിന് മുന്നേ വീട് മൊത്തം ക്ലീൻ ആക്കി കഴിയണം. അപ്പോൾ അതുകൊണ്ട് ഡൈപ്പർ എന്തായാലും ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ എല്ലായിടത്തും നനവ് പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ആ ജെല്ലി ഇങ്ങനെ ഉണങ്ങി ഇരിക്കും. അപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടാണ് അതിനെ തട്ടിയിടുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അപ്പോൾ കഴുകി എടുക്കുന്ന സമയത്തായിരിക്കും ഈ ജെല്ലി കൊണ്ട് ഇങ്ങനെ പൊങ്ങി വരിക. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് തട്ടിയെടുത്താലും പിന്നും ജെല്ലി കാണും കേട്ടോ. നമ്മൾ ഈ പ്ലാസ്റ്റിക് കഴുകുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും. ബക്കറ്റ് നിറയുന്നവരെ ഞാൻ പൊട്ടിച്ചിടുന്നുണ്ടായിരുന്നേ. ഇതിലേക്ക് എന്നിട്ട് കല്ലുപ്പ് ഇട്ട് വെക്കാറാണ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇന്നൊരു 3 പാക്കറ്റ് കല്ലുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും വേണ്ടി വന്നില്ല. ഇപ്പോൾ കുറെ അലിയാണ്ട് അവസാനം കിടപ്പുണ്ടായിരുന്നു. സംഭവം വെള്ളമായിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല വളം തെങ്ങിനാണ് കേട്ടോ. ഇത് തെങ്ങിന് ഇട്ട് കൊടുത്താൽ തേങ്ങയൊക്കെ നല്ലോണം ഉണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറ്. ഇപ്പോൾ ഇത്രയും ഒരു ബക്കറ്റ് ഇത്രയും ജെല്ലിക്ക് ഒരു 2.5 പാക്കറ്റ് കറക്റ്റാണ് ഉപ്പ്. ഞാൻ 3 തട്ടിയപ്പോൾ ലാസ്റ്റ് അടിയിൽ കുറച്ച് അലിയാണ്ട് ഉപ്പ് കിടപ്പുണ്ടായിരുന്നു. ഇത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് പാമ്പേഴ്സ് ആണ്. ഇത് ജെല്ലും ഉണ്ട്. ഇതിന്റെ അടിയിൽ നമ്മൾ, അതായത് കുഞ്ഞുങ്ങളുടെ സ്കിന്നായിട്ട് ടച്ച് ചെയ്യുന്ന അവിടെ കോട്ടൺ ആണ്. അതിന്റെ അടിയിലാണ് ഈ ജെല്ലുള്ളത്. അപ്പോൾ കോട്ടൺ വീഴാണ്ട് ഈ ജെല്ല് മാത്രമാണ് ഞാൻ തട്ടിയെടുത്തിട്ട് ഉപ്പിട്ട് അരിയിച്ചെടുക്കുന്നത്. ഒരു ഉപയോഗിക്കാത്തൊരു ചൂലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കമ്പി എടുത്ത് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തൊന്ന് വെച്ചു കൊടുത്തു. അപ്പോൾ എല്ലായിടത്തും ഉപ്പാവും ചെയ്യും, വേഗം നലിഞ്ഞും കിട്ടും. ഇച്ചിരി പാടുള്ള പരിപാടിയാണ്, അതായത് ഈ പ്ലാസ്റ്റിക് കഴുകിയെടുക്കുക എന്നുള്ളത്. ഗ്ലൗസ് അപ്പോഴേക്കും കീറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഗ്ലൗസ് വാങ്ങുന്നവരെ വെയിറ്റ് ചെയ്തില്ല. അപ്പം തന്നെ ഞാൻ അങ്ങ് കഴുകിയെടുത്തു. എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ആദ്യം നല്ലോണം ഈ വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ ആ ജെല്ലിയൊക്കെ ബാക്കിയുള്ളതങ്ങ് പോരുമല്ലോ. നല്ലോണം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാനിത് മെഷീനിലോട്ടിടും. മെഷീനിലിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി ഉണക്കി അങ്ങ് എടുക്കാറാണ് ചെയ്യുന്നത്. ബേസിൻ നിറയുമ്പോൾ ഞാൻ മേളിൽ നിൽക്കുന്ന വെള്ളം മാത്രമായിട്ടുള്ളത് കുറേയൊക്കെ കളയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അടിയിൽ ഉണ്ടായിരുന്ന ജെല്ലിയൊക്കെ കൊണ്ടുപോയി ആ ബക്കറ്റിൽ തന്നെ ഞാൻ ഒഴിച്ചു, ഉപ്പിട്ട് വെച്ച ബക്കറ്റിൽ. തറയിൽ കിടന്നാൽ നമ്മൾ തെന്നി വീഴും. അപ്പോൾ അപ്പം തന്നെ ഞാൻ ആ മുറ്റത്ത് നിന്നെല്ലാം 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലോണം അടിച്ചങ്ങ് കഴുകി കളഞ്ഞു. പിന്നെ അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ മുറ്റമൊക്കെ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്ലീൻ ആയപ്പം കിട്ടിയ വേസ്റ്റ് ആണ് കേട്ടോ ഇതെല്ലാം. എന്നിട്ട് ഞാൻ എല്ലാം അങ്ങ് കത്തിച്ചു കൊടുത്തു. അങ്ങനെ കുളിക്കാനായിട്ട് നിന്നപ്പോഴേക്കും ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആറ്റിൽ പോകാന്ന് പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോയി. വഴിക്ക് കണ്ട കുതിരയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആറ്റിലോട്ട് പോയി. അപ്പോൾ സാധാരണ എപ്പോഴും ഇറങ്ങുന്നിടത്ത് പോയപ്പോഴത്തേക്ക് ഇത്തവണ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ആറ്റിൽ. നമ്മൾ പാറക്കല്ലിന്റെ മേളിലൊക്കെ കുഞ്ഞുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് കുളിക്കാറ്. അപ്പോൾ ഇത്തവണ പോയപ്പോഴേക്കും ആ പാറയൊന്നും കാണാനുണ്ടായിരുന്നില്ല. കുഞ്ഞിനെയും കൊണ്ട് റിസ്ക് എടുത്ത് ഇറങ്ങാനും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ആറ്റിൽ പോണ പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ചിട്ട് നമ്മൾ അടുത്ത് തോട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു. അമ്മയുടെ വീടിന്റെ അടുത്തുള്ള തോട്ടിലോട്ടാണ് പോണത്. അതായത് എൻ്റെ അമ്മമ്മയുടെ വീടാണ് അവിടെ. കുഞ്ഞിലെ ഞാൻ പോയി കുളിക്കുന്ന തോടാണ്. എൻ്റെ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. അപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. നല്ലൊരു പടവൊക്കെ നോക്കി നമ്മളങ്ങ് ഇറങ്ങി. എനിക്ക് മോനും പറ്റിയ വെള്ളമാണ് കേട്ടോ ഇത്. കാരണം എനിക്ക് നീന്താൻ അറിയില്ല. ഹസ്ബൻഡ് മാത്രമേ നീന്താൻ അറിയുള്ളൂ. മോനും നീന്താൻ അറിയില്ല. എനിക്ക് ഈ മുട്ടിന് താഴെയുള്ള വെള്ളത്തിൽ ചെന്നിരുന്ന് കോരി കുളിക്കലാണ് കേട്ടോ എൻ്റെ പരിപാടി. ആറ്റിൽ പോയാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് ഹസ്ബൻഡിനെ അള്ളി പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. തെളിഞ്ഞ വെള്ളമായിരുന്നു, നിറച്ച് മീനും ഉണ്ടായിരുന്നു, കൊത്തും കിട്ടുന്നുണ്ടായിരുന്നു. അച്ഛനും മോനും നല്ല കളിയാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളമായിരുന്നു.
ഞാൻ ആ ഇല്ലാത്ത വെള്ളത്തിൽ കിടന്ന് കോരി കുളിക്കുന്ന കണ്ടിട്ട് എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ പിറകില്. അങ്ങനെ കുറേ സമയത്തെ ചിരിയും തമാശയും സന്തോഷവും കുളിയും ഒക്കെ കഴിഞ്ഞ് കുറേ നല്ല നിമിഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് വീട്ടിലോട്ട് പോന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് ഇച്ചിരി തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം കയറി കിടന്നു. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഒന്ന് വെറുതെ കിടന്നെങ്കിലും തലവേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് വേസ്റ്റ് അരഞ്ഞ് എന്തായി എന്നൊക്കെ നോക്കി. പിന്നെ രാവിലെ നമ്മുടെ വേസ്റ്റ് ബോക്സ് ഒക്കെ കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു വെച്ചു. വൈകുന്നേരം ആയെങ്കിലും വെയിലൊന്നും താഴ്ന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴും എന്തൊരു വെയിലായിരുന്നു. ഞാൻ മേളിൽ ഉണങ്ങാനിട്ട ഡയപ്പറിന്റെ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ പോയി. ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, അത് കാറ്റ് വീശിയപ്പോഴേക്കും അത്തപ്പൂ ഇട്ടതുപോലെ ആയതാണ് കേട്ടോ. അതെല്ലാം എടുത്ത് കൂട്ടിയൊക്കെ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്ത് അതിനകത്തോട്ടാക്കി. ഇത് നമുക്ക് ഹരിതകർമ്മ സേനയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവരെടുക്കുവേ. അതിൽ പിന്നെ നമ്മളിത് കത്തിക്കണ്ടേ, കത്തിക്കുമായിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു, കാരണം എല്ലാവരും എടുക്കില്ല ഇത്. ഇപ്പൊ ഇത്തവണ ചോദിച്ചപ്പോഴേക്കും അവർ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവർക്ക് കൊടുത്തു വിടും. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് പോയി താഴെ വെച്ചിട്ട് ഞാൻ പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ. മുറ്റത്തും ഇലയൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും വീടിനകമൊക്കെ അടിച്ചു വാരി ഇട്ടതിന് ശേഷം മുറ്റവും കൂടെ അടിച്ചിടാന്ന് വിചാരിച്ചു. എനിക്കിനി വർക്ക് ഏരിയ കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട് കേട്ടോ. അത് പിന്നെ ഇന്ന് തലവേദന ആയതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അതെന്തായാലും അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. ക്ലീനിങ് കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡീപ്പ് ക്ലീനിങ് മൊത്തത്തിൽ കഴിയും കേട്ടോ. പിന്നെ ഞാൻ രാവിലെ പോയപ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോയ ചെരുപ്പൊക്കെ അങ്ങനെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് ബാഗിൻ്റെ അകത്താക്കി കെട്ടി സ്റ്റാൻഡിനകത്താക്കി അങ്ങ് ഒതുക്കി വെച്ചു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്ന് അങ്ങനെ അങ്ങോട്ടടിച്ച് കിടക്കും. റബ്ബർ ഉള്ളതുകൊണ്ടും പിന്നെ സൈഡിലൊക്കെ നല്ലോണം കാടുള്ളതുകൊണ്ടും കൊതുക് ശല്യം അത്യാവശ്യം കാര്യമായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെ എല്ലായിടത്തെയും ജനലും ഒക്കെ അടച്ചിട്ട് നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. ദിവസം ഭയങ്കരമായിട്ടുള്ള ഇല കൊഴിഞ്ഞു വീഴും. അപ്പം ഞാൻ കരുതും റബ്ബറിന്റെ ഇല കൊഴിഞ്ഞു തുടങ്ങിയ സമയമായിരുന്നു. പക്ഷെ ചില ദിവസം നോക്കുമ്പോൾ ഒരു ഇലയും കാണില്ല. ഇന്ന് ഇച്ചിരി നല്ലോണം കാറ്റൊക്കെ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. അതിന്റെയാണ് ഒരു ദിവസം കൊണ്ട് ഇത്രയും ഇല വീണത് കേട്ടോ. അപ്പോൾ കാറ്റിൻ്റെ കൊണ്ട് ഇല മാത്രമല്ല പുഴുവും നല്ലോണം ഉണ്ട്. അതായത് മറ്റേ നിറച്ച് ഹെയർ ഉള്ള ഒരെണ്ണം പുഴു ഉണ്ടല്ലോ, നല്ലോണം ഇപ്പം കാറ്റത്ത് വരുന്നുണ്ട്. ഞാൻ വെള്ളം തളിച്ചിട്ട് തന്നെയാണ് കേട്ടോ മുറ്റം അടിക്കാറ്. ഇന്ന് എന്തായാലും കത്തിക്കണം. കുറച്ച് ഇല നേരത്തെ അടിച്ചു കൂട്ടിയത് അവിടെ കത്തിക്കാൻ വേണ്ടി കിടപ്പുണ്ട്. അപ്പം നനഞ്ഞിട്ട് കത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് അടിച്ചെടുത്തതാണ്. അപ്പോഴാണ് ഇതേ മേളിൽ നിന്ന് ഒരു ഡയപ്പർ പറന്ന് താഴെ വന്ന് കിടക്കുന്നു. പിന്നെ അതിനെ ഞാൻ എടുത്ത് മാറ്റി ഒക്കെ അങ്ങ് അടിച്ചു കൂട്ടി. അപ്പൊ തന്നെ ഞാൻ അതിനെ അങ്ങ് കത്തിക്കുകയും ചെയ്തു കേട്ടോ. പുഴുവായ കാരണം തന്നെ എനിക്കിപ്പോൾ ഈ ചെടിയൊക്കെ നട്ടിട്ടേക്കുന്നതിന്റെ ഇടയിൽ കിടക്കുന്ന ഇലയൊന്നും അടിച്ചു വരാൻ കയറാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ സാധനം അപ്പുറത്തെ ജില്ലയിൽ കൂടെ പോയാലും ചൊറിയും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ മണ്ണിലോട്ട് കിടക്കുന്ന ഇല മാത്രമേ അടിച്ചെടുക്കാറുള്ളൂ. കുളത്തിൽ കുറച്ച് പൂവും ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് അടിച്ചു മാറ്റി വൃത്തിയാക്കി ഇട്ട് കൊടുത്തു. വെയിലായതുകൊണ്ട് തന്നെ ഡെയിലി ഇപ്പോൾ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കണം. ഇല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലത്ത് അങ്ങ് പാടി കരിഞ്ഞതുപോലെ നിൽക്കും. അങ്ങനെ ഞാൻ ചെടിക്കെല്ലാം നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് സന്തോഷം, അവർ നനഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കും സന്തോഷം. കുറച്ച് സമയമെടുത്ത് നല്ലോണം തന്നെ ഞാൻ വെള്ളം നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി നല്ലോണം നനച്ചെടുക്കാറുണ്ട്. ആ ഹോസ് ഞാൻ അപ്പം തന്നെ എടുത്ത് സിമെന്റിലേക്ക്, ആ പൈപ്പിന്റെ താഴെ സിമെന്റ് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്തിട്ടിട്ട് ആ ഹോസും കൂടെ ഞാനങ്ങ് കഴുകിയെടുക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ മണ്ണിലിട്ട ആ സമയത്ത് ചെളി അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അപ്പം തന്നെ ഹോസ് എല്ലാം കൂടെ നന്നായിട്ട് കഴുകി അതും അങ്ങനെ ഒതുക്കി മാറ്റി വെക്കാറാണ് ചെയ്യാറ് എപ്പോഴും. വേദനയൊക്കെ അപ്പോഴേക്കും കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.